السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. സഹ്വിന്റെ സുജൂദാണ് നമ്മൾ പറഞ്ഞു വന്നത്. അബ്ഗാദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്തിനെ ഒഴിവാക്കി എന്ന് ബോധ്യം വരികയോ അതല്ലെങ്കിൽ ഒഴിവായതായി സംശയം വരികയോ ചെയ്താൽ സുജൂദ് ചെയ്യണം. അതിന്റെ പുറമെ മൗമൂമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനുമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നൊരു ചർച്ച പറഞ്ഞു. അത് പൊതുവെ കുറച്ചൊരു പ്രയാസമുള്ള ശൈലിയായിരുന്നു. ഇനി സാധാരണ ഒരു ശൈലിയിലേക്ക് തന്നെ കടന്നു വരികയാണ്. മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. സഹ്വിന്റെ സുജൂദ് സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങൾ, ഒന്ന് അബ്ഗാദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്തിനെ മറന്നു പോവുകയോ അതല്ലെങ്കിൽ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയോ ചെയ്യുക. രണ്ട്, അബ്ഗാദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ മുഴുവനായോ ഭാഗികമായോ ഒഴിവാക്കിയോ എന്ന് സംശയം നേരിടുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ആലൂരാജി ഉണ്ടല്ലോ അല്ലെ, ആമുഖം പറഞ്ഞ് നീട്ടണ്ട, നേരെ കടന്നു വരിക വിഷയത്തിലേക്ക്. ഇന്ന് വളരെ എളുപ്പമാണ്, ലളിതാണ്. മിഞ്ഞാന്നത്തെ പാഠം പോലെയാണെങ്കിൽ മടുപ്പ് തോന്നും ആളുകൾക്ക്, കാരണം അത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഇനി സാധാരണ പോലെ തന്നെ വളരെ ലളിതമായ ശൈലിയിൽ തന്നെയാണ് അടുത്ത് സഹ്വിന്റെ സുജൂദിന്റെ മറ്റ് കാരണങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ പറയാം, വലി നഖ്ലി മത്ലൂബിൻ ഖൗലിയിൻ വൈരി മുബ്തിലിൻ നഖ്ലുഹു ഇലാ വൈരി മഹല്ലിഹി എന്നാ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വലി നഖ്ലി മത്ലൂബിൻ ഖൗലിയിൻ, നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ടതായ ഒരു ഖൗലിയായ കാര്യത്തെ സ്ഥലം മാറ്റിയാലും സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടി വരും. ഖൗലിയായ മത്ലൂബുകൾ മൊത്തം പറഞ്ഞ 3 തരം. മത്ലൂബ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ട കാര്യമേ ഉള്ളൂ. അപ്പൊ ഫർളായി കൽപ്പിക്കപ്പെട്ടതുണ്ട്, ഫാത്തിഹ അത്തഹിയാത്ത് പോലത്തത്. അബ്ഗാദ് സുന്നത്തായിട്ട് കൽപ്പിക്കപ്പെട്ടതുണ്ട്, ആദ്യത്തെ അത്തഹിയാത്ത് ഖുനൂത്ത് പോലത്തത്. ഹൈആത്ത് സുന്നത്തായി കൽപ്പിക്കപ്പെട്ടതുണ്ട്, വജ്ജത്തു, സൂറത്ത്, റുക്കൂഅ്, സുജൂദ്, ഇടയിലിരുത്തം പോലെയുള്ള അവസരങ്ങളിൽ ചെല്ലുന്ന തസ്ബീഹ്, ദിക്റുകളൊക്കെ. അപ്പൊ ഫർളായ മത്ലൂബ് ഖൗലിയുണ്ട്, അബ്ഗാദ് സുന്നത്തായ മത്ലൂബ് ഖൗലിയുണ്ട്, ഹൈആത്ത് സുന്നത്തായതുകൊണ്ട്. ഇതിൽ സ്ഥലം മാറ്റിയ നിസ്കാരം ബാത്തിലാവുന്നതുണ്ട്. അതിനെ പറ്റിയല്ല, അതല്ലാത്തതിനെ പറ്റി ഇപ്പൊ പറയുന്നത്. അതാണ് മത്ലൂബ് ഖൗലി. എങ്ങനത്തെ മത്ലൂബ് ഖൗലിനെ സ്ഥലം മാറ്റി? വൈരി മുബ്തിലിൻ നഖ്ലുഹു, ആ ഖൗലിയായ കൽപ്പിക്കപ്പെട്ട കാര്യത്തെ സ്ഥലം മാറ്റൽ നിസ്കാരത്തെ ബാത്തിലാക്കൂല. അങ്ങനെയുള്ള മത്ലൂബ് ഖൗലിനെ സ്ഥലം മാറ്റി. എവിടത്തേക്ക് സ്ഥലം മാറ്റി? ഇലാ ഗൈരി മഹല്ലിഹി, കൽപ്പിക്കപ്പെട്ട സ്ഥലം ഉണ്ടാവും അതിന്. ഈ മത്ലൂബ് ഖൗലി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സ്ഥലം അല്ലാത്തൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. ഉദാഹരണം, ഫാത്തിഹ ഓതാൻ കൽപ്പിക്കപ്പെട്ടത് നൃത്തത്തിലാണ്. നൃത്തമല്ലാത്ത റുക്കൂഇലോ സുജൂദിലോ ഇടയിലിരുത്തത്തിലോ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിലോ പോലെയുള്ള സ്ഥലത്ത് ഫാത്തിഹ ഓതുന്നു, അല്ലെങ്കിൽ സൂറത്ത് ഓതുന്നു, അല്ലെങ്കിൽ വജ്ജത്ത് ഓതുന്നു. അപ്പൊ 3ഉം പെട്ട്. സൂറത്തും വജ്ജത്തും സുന്നത്ത്, ഫാത്തിഹ സൂറത്ത് വുജൂബ്,
ഇവ മൂന്നിനും കൽപ്പിക്കപ്പെട്ട സ്ഥലം ഖിയാമ. ആ ഖിയാമ അല്ലാത്ത സ്ഥലത്തേക്ക് നക്കൽ ചെയ്തു, മറ്റൊരു സ്ഥലത്ത് ഓതി എന്നർത്ഥം. എന്നാ അതുകൊണ്ട് ബാത്തിലാവോ? ഒട്ടില്ലാണോ? ഫാത്തിഹ സ്ഥലം മാറ്റിയോണ്ട് നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. സൂറത്ത് സ്ഥലം മാറ്റിയോണ്ടോ വജ്ജത്ത് സ്ഥലം മാറ്റിയോണ്ടോ നിസ്കാരം ഒന്നും ബാത്തിലാവൂല. അപ്പൊ ഒരു നിശ്ചിത സ്ഥലത്ത് കൽപ്പിക്കപ്പെട്ട ഫർളോ സുന്നത്തോ ആയ വാചകമാണ്, അത് സ്ഥലം മാറ്റുന്നതോടിട്ട് ബാത്തിലാവൂല്ല. അങ്ങനെയുള്ള ഒരു മത്ലൂബിനെ സ്ഥലം മാറ്റുന്നു. ഈ സ്ഥലം മാറ്റിയ മനഃപൂർവ്വം സ്ഥലം മാറ്റിയാലും കണക്ക് തന്നെ, മറന്നായാലും കണക്ക് തന്നെ. അതാ പറഞ്ഞ വലൗ സഹ്വൻ. ഈ നക്കല് കൽപ്പിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ സ്ഥലം മാറ്റിയത് മറന്നാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ, അപ്പം കൽപ്പിച്ചുകൂട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ, മറന്നുകൊണ്ടാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ ഒരാള് അത്തഹിയാത്ത് കുത്തിരുന്നുകാണ്ട് ഇങ്ങനെ ഫാത്തിഹ ഓതി വൈരിൽ മഹബൂബിയാരെയും വലവ്വാലി എന്ന് പറഞ്ഞപ്പോൾ അവന് ഓർമ്മ വന്നത്, അള്ളാഹ് പഠിച്ചവനെ അത്തഹിയാത്തിന്റെ ഇരുത്താണല്ലോ, ഞാൻ ഇപ്പൊ ഇവിടെയാണല്ലോ ഫാത്തിഹ ഓതിയത്. എന്നാലോ അതും കണക്കാണ്. ഇനി അല്ല കൽപ്പിച്ചു കൂട്ടിയ ഒരാളെന്തായി റുക്കൂയിൽ നിന്നാണ് ഫാത്തിഹ ഓതി, അല്ലെങ്കിൽ റുക്കൂയിൽ വെച്ചിട്ട് ഒരു കുൽഹുവല്ലാഹു അഹദ് കണ്ട് ഓതി, അല്ലെങ്കിൽ സുജൂദിലോ ഇടയിലിരുത്തത്തിലോ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിലോ ഓതി, കൽപ്പിച്ചു കൂട്ടി ഓതിയാ. രണ്ടും കണക്കാ. മറന്നോതിയാലും കണക്കാണ്, മനപ്പൂർവ്വം ഓതിയാലും കണക്കാണ്. രണ്ടായാലും നിസ്കാരം മാത്രമാവുന്നില്ല. ഒരാളിപ്പോ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ ഫാത്തിഹ കൽപ്പിച്ചു കൂട്ടിയ ഓതിയോണ്ട് നിസ്കാരം മാത്രമാവുന്നില്ല. സൂറത്ത് ഓതിയാലും അങ്ങനെ നിസ്കാരം ഒന്നും മാത്രമാവില്ല. പക്ഷേ അത് കൽപ്പിക്കപ്പെട്ട സ്ഥലം അല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് നക്കൽ ചെയ്യുക, അഥവാ സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. ഇങ്ങനെ മത്ലൂബ് ഖൗലി 3 ആദ്യം ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ പറയുന്നത്. റുക്നങ്കാന, ഈ കൽപ്പിക്കപ്പെട്ട വാചികമായ കാര്യം ഫറലാണെങ്കിലും ശരി, ഫറലായത് ഇതുപോലെ ഫാത്തിഹ പോലെ, ഫാത്തിഹ ഇപ്പൊ ഫറലാണല്ലോ, അത് ഖിയാമിലാ കൽപ്പിക്കപ്പെട്ടത്, അവിടുന്ന് സ്ഥലം മാറ്റുന്നു. വതശഹുദിൻ, അത്തയ്യാത്ത് ഒടുവിൽ അത്തയ്യാത്ത് ഇപ്പൊ ഫറലാണല്ലോ, അതിന്റെ അകല്ലായ രൂപം, അത് ഇരുത്തത്തിലാണ് ഓതണ്ട്, അവിടുന്ന് സ്ഥലം മാറ്റി. അത് മുഴുവനായിട്ട് മാറ്റിക്കൊള്ളുന്നില്ല. ഔ ബഅളി അഹദിഹിമ, ഈ ഫാത്തിഹയിൽ നിന്നിട്ട് അല്പം, അല്ലെങ്കിൽ അത്തഹിയാത്ത് ഫർലായ അത്തഹിയാത്തിൽ നിന്നിട്ട് അല്പം. അപ്പൊ ഫാത്തിഹയെ മുഴുവൻ സ്ഥലം മാറ്റിയാലും കണക്ക് തന്നെയാണ്. ഫാത്തിഹയിൽ നിന്നിട്ട് അല്പഭാഗം, ഒരായത്തിന്റെ ഏതാനും ഭാഗങ്ങളോ സ്ഥലം മാറ്റിയാലും കണക്കാണ്. സഹവിന്റെ സുജൂദ് വേണം. അതുപോലെ തന്നെ അത്തഹിയാത്ത് ഫർലായ ഖദർ, അത്തഹിയാത്ത് അഖലു തശഹൂദ് എന്ന് പറഞ്ഞ ഫർലായ അത്തഹിയാത്തിന്റെ ഒരു കലിമത്തെങ്കിലും അത് കൽപ്പിക്കപ്പെട്ട സ്ഥലം അല്ലാത്തതിലേക്ക് മാറ്റി. എന്നാൽ അത് സഹവിന്റെ സുജൂദ് വേണ്ടി വരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ ഫർലായാലും വേണ്ടിയില്ല, ഔ ഗൈറ റുക്നിൻ, റുക്നങ്കാന ഔ ഗൈറ റുക്നിൻ ആണ്. അങ്ങനെ റുക്ന് അല്ലാത്തതാണെങ്കിലും ശരി, കൽപ്പിക്കപ്പെട്ട കാര്യം ഫർളല്ല, അങ്ങനത്തെ കൂട്ടല്ല കൽപ്പിക്കപ്പെട്ടത്. അതുപോലെ കസൂറത്തിൻ, അത് സുന്നത്തുകളിൽപ്പെട്ടതാണ്. സൂറത്തിന് സ്ഥലം മാറ്റുന്നു. എവിടത്തേക്ക്? ഇലാ ഗൈരിൽ ഖിയാമി, ഖിയാമല്ലാത്ത ഫർളിലേക്ക്. ആകെ സൂറത്ത് ഓതേണ്ടതും ഫാത്തിഹ ഓതേണ്ടതും ഖിയാമിലാണ്. അപ്പൊ ഈ സൂറത്തിൽ നിന്നോ ഫാത്തിഹയിൽ നിന്നോ അല്പമോ, അല്ലെങ്കിൽ സൂറത്തോ ഫാത്തിഹയോ മുഴുവനായോ ഒരാൾ നൃത്തത്തിലല്ലാതെ മനഃപൂർവ്വം തന്നെ ഓതി, അല്ലെങ്കിൽ മറന്നുകൊണ്ടോതി, രണ്ടായാലും അത് സഹവിന്റെ സുജൂദിന്റെ കാരണമാണ്. നിസ്കാരം ബാത്തിലാകുകയില്ല താനും. വഖുനൂത്തിൻ, ഇത് സൂറത്തിൻ പറഞ്ഞ പോലെ, സൂറത്ത് പോലെ കുനൂത്ത് പോലെ. കുനൂത്തിനെ എങ്ങോട്ട് മാറ്റി? ഇലാ മാ ഖബല റുകൂഇ, റുക്കൂവിന്റെ മുമ്പുള്ള അവസ്ഥ. ഒന്നിരിക്കൽ ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് തക്ബീർ കെട്ടിയാടാണ് കുനൂത്ത് ഓതി, അല്ലെങ്കിൽ ഫാത്തിഹന്റെ ശേഷം ഓതി, അല്ലെങ്കിൽ സൂറത്തിന്റെ ശേഷം ഓതി, ഏതായാലും റുക്കൂവ് പോണതിന്റെ മുമ്പ്. റുക്കൂവ് പോകുന്നതിന്റെ മുമ്പ് കുനൂത്ത് ഓതി എന്ന് പറഞ്ഞാൽ എങ്ങനെ? കുനൂത്ത് എന്ന നിയ്യത്തോട് കൂടി ഓതി. ഫാത്തിഹ മാറ്റിനോടത്തും സൂറത്ത് മാറ്റിനോടത്തും ആ നിയ്യത്തിന്റെ ആവശ്യമില്ല. കുനൂത്ത് എന്താന്ന് വെച്ചാൽ ദുആ ആണ്. ദുആ കുനൂത്ത് എന്ന ഉദ്ദേശത്തിൽ ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ ആയിക്കൊള്ളണം എന്ന നിബന്ധനയുള്ളൂ. അതല്ലാതെ ഒരു ദുആ എന്ന നിലക്ക് എന്തായി, ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ ദുആഉൽ ഇഫ്തിതാഹ് എന്ന നിലക്ക്, അവിടെ ഒരു മോക്കറായ സുന്നത്താണല്ലോ ഇഫ്തിതാഹിന്റെ ദുആ ചെയ്യൽ, അതിനു വേണ്ടിയിട്ട് ഒരാൾ എന്താക്കി ഒരു കുനൂത്ത് ഓതി. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കുനൂത്ത് ഓതുകയെന്നല്ല, ദുആഉൽ ഇഫ്തിതാഹ് ഓതുക. എന്നാ അതിന് സഹവിന്റെ സുജൂദ് വേണ്ട.
അപ്പൊ അവിടെ കുനൂത്തിനെ സ്ഥലം മാറ്റുന്നിടത്ത് കുനൂത്ത് എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥലം മാറ്റിയെങ്കിലേ സഹവിന്റെ സുജൂദിന്റെ കാരണമാവുന്നുള്ളൂ. അത് വേറെ മനസ്സിലാക്കണം. അതേസമയത്ത് സൂറത്തിനെ സ്ഥലം മാറ്റുന്നിടത്ത്, അതുപോലെ തന്നെ ഫാത്തിഹയെ സ്ഥലം മാറ്റുന്നിടത്ത് അവിടെ പ്രത്യേകം നിയ്യത്ത് വേണ്ടതില്ല. സ്ഥലം അതിന് കൽപ്പിക്കപ്പെട്ട സ്ഥലം അല്ലാത്ത, ഖിയാം അല്ലാത്ത സ്ഥലത്ത് സൂറത്തോ ഫാത്തിഹയോ ഓതിയാൽ സഹവിന്റെ സുജൂദ് വേണം. അപ്പൊ കുനൂത്ത് എന്ന നിലക്ക് റുക്കുവിന്റെ മുമ്പ് ഓതി, ഇനി ഔ ബഅദഹു, റുക്കുവിന്റെ ശേഷം ഇഅ്തിദാലിൽ തന്നെ കുനൂത്ത് ഓതിയത്. എവിടെ? ഫിൽ വിത്തിരി. ഒരു ഉദാഹരണം, വിത്തിർ എന്ന് പറഞ്ഞൊരു ഉദാഹരണം. സാധാരണ 5 നിസ്കാരത്തിൽ സുബി അല്ലാത്ത നിസ്കാരങ്ങളിൽ ഓതിയാലും അതുപോലെ തന്നെയാണ് സഹവിന്റെ സുജൂദ് വേണ്ടി വരും. എവിടെ വിത്തിർ? ഫീ ഗൈരി നിസ്ഫി റമദാന സാനി, റമദാനിലെ 2ാം പകുതിയിലെ വിത്തിർ അല്ലാത്ത സ്ഥലത്ത്. എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ റമദാന്റെ അവസാന പകുതി അല്ലാതെ ഒരുപക്ഷെ റമദാന്റെ തന്നെ ആദ്യ പകുതിയിലോ അതല്ലെങ്കിൽ റമദാൻ അല്ലാത്ത സമയത്തോ വിത്തറിന്റെ അവസാനത്തെ റക്അത്തിൽ ഖുനൂത്ത് ഓതുന്നു, അത് സഹവിന്റെ സുജൂദിന്റെ കാരണമാണ്. ഇനി സുബ്ഹി അല്ലാത്ത മറ്റ് 5 ഫർദ് വക്ത് നിസ്കാരങ്ങളിൽ നാസിലത്തിന്റെ സമയത്തല്ലാതെ ഖുനൂത്ത് ഓതുന്നു, എന്നാലും സഹവിന്റെ സുജൂദ് വേണം. കാരണം അത് കൽപ്പിക്കപ്പെടാത്ത സ്ഥലമാണ്. ഖുനൂത്ത് കൽപ്പിക്കപ്പെട്ടത് സുബ്ഹിയില് അവസാനത്തെ ഇഅ്തിദാലിലും റമദാന്റെ അവസാനത്തെ പകുതിയിലെ വിത്തറിന്റെ അവസാനത്തെ ഇഅ്തിദാലിലുമാണ് കൽപ്പിക്കപ്പെട്ടത്. ഈ അവസാനത്തെ ഇഅ്തിദാൽ അല്ലാത്ത സ്ഥലത്ത് ഓതിയാലും ഈ സുബഹിയും റമദാന്റെ അവസാന പകുതിയിലെ വിത്തറും അല്ലാത്ത നിസ്കാരങ്ങളിൽ ഓതിയാലും, അതിന് ഫർദ് നിസ്കാരങ്ങളിൽ തന്നെയാണെങ്കിലും നാസിലത്തിന്റെ ഖുനൂത്ത് അല്ലാത്ത സമയത്ത് ഖുനൂത്ത് ഓതിയാൽ സഹവിന്റെ സുജൂദിന്റെ കാരണമാണ്. കാരണം എന്താണ്? കൽപ്പിക്കപ്പെട്ടതായ ഒരു സുന്നത്തിനെ അതിന്റെ സ്ഥലത്തിൽ നിന്നിട്ട് മാറ്റിയ കൽപ്പിക്കപ്പെടാത്ത സ്ഥലത്തേക്ക് മാറ്റി, അതുകൊണ്ട് അവിടെ വേണം. ഫയസ്ജുദു, കേട്ടോ, ഇങ്ങനെ നക്കൽ ചെയ്താൽ അതിനുവേണ്ടി സുജൂദ് ചെയ്യണം. ഈ നക്കൽ ചെയ്തതിനാ സുജൂദ് ചെയ്യുന്നത്. അല്ലാതെ ഫാത്തിഹ ഓതിയോട് നിസ്കാരത്തിൽ വല്ല ആറാറുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ സൂറത്ത് ഓതിയോട് ആറാറുണ്ടോ? ഇല്ല. ഖുനൂത്ത് എന്ന് പറയുന്നത് ദുആ അല്ലേ, അതുകൊണ്ട് നിസ്കാരത്തിൽ വല്ല വേടുണ്ടോ? ഇല്ല. പക്ഷേ കൽപ്പിക്കപ്പെട്ട സൂറത്ത്, ഫാത്തിഹ എന്നിവയും ഖുനൂത്തും കൽപ്പിക്കപ്പെട്ട സ്ഥലം അല്ലാത്ത സ്ഥലത്തേക്ക് നക്കൽ ചെയ്തതിന് വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്ത് അസ്ഥാനത്ത് ഉപയോഗിച്ചു എന്നതുകൊണ്ട്. ഇതൊക്കെ ഇപ്പോ എന്താവുമ്പോഴാണ് കൗലിയായ ഫർളോ അല്ലെങ്കിൽ അബ്വാബ് സുന്നത്തോ അതല്ലെങ്കിൽ ഹൈആത്ത് സുന്നത്തുകളിൽ പെട്ട തന്നെ കൗലിയായ മത്ലൂബോ നക്കല് ചെയ്യുമ്പോൾ ആ നിയ്യത്തോടു കൂടിയാവുമ്പോൾ മറ്റ് കൗലിയായ മത്ലൂബ്, റുക്കൂയിലെ ദിക്ർ മനഃപൂർവ്വം അല്ലെങ്കിൽ റുക്കൂയിലെ തസ്ബീഹാണ് എന്ന ഉദ്ദേശത്തോടു കൂടി സുജൂദ് ചൊല്ലി, സുജൂദിലെ തസ്ബീഹാണ് എന്ന ഉദ്ദേശത്തോടു കൂടി റുക്കൂയിൽ ചൊല്ലി, എന്നാലും സുജൂദ് വേണ്ടി വരും എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. എന്നാൽ ഇമാം റംലി തങ്ങൾ പറഞ്ഞത് സൂറത്ത് അങ്ങനെ സ്ഥലം മാറ്റിയെങ്കിൽ മാത്രമേ ഹൈആത്ത് സുന്നത്തുകളിൽ പെട്ടത് സ്ഥലം മാറ്റിയാൽ സുജൂദ് വേണ്ടി വരുള്ളൂ. ഹൈആത്ത് സുന്നത്തുകളിൽ നിന്നിട്ട് സൂറത്ത് അല്ലാത്ത റുക്കൂയിലെ തസ്ബീഹ്, അതുപോലെ തന്നെ ഇഅ്തിദാലിലെ ഹംദ്, അതുപോലെ സുജൂദെ തസ്ബീഹ് പോലത്തെ സ്ഥലം മാറ്റിയാൽ അതിന് സുജൂദ് വേണ്ടി വരില്ല എന്നാണ് ഇമാം റംലിന്റെ അഭിപ്രായം. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. അത് ഇന്നതാണ്, ആ റുക്കൂയിലേതാണ് എന്ന നിയ്യത്തോടു കൂടി, ആ കരുത്തോടു കൂടി, ഇഅ്തിദാലിലേതാണ് എന്ന കരുത്തോടു കൂടി സ്ഥലം മാറ്റിയാൽ അവിടെയും സുജൂദ് വേണം. എന്നാൽ അമ്മാ നഖ്ലുൽ ഫീലി, കൗലിയായ ഫർളുകളോ സുന്നത്തുകളോ സ്ഥലം മാറ്റിയാൽ സുജൂദ് വേണമെന്ന് പറഞ്ഞു. ഫീലിയായതിനെ സ്ഥലം മാറ്റിയാലോ അത് ഫയുബ്തിലു തഅമ്മുദുഹു, ഈ നഖല് ഫീലിയായ ഒരു ഫർളിനെ മനഃപൂർവം എന്ത് ചെയ്തു? നഖൽ ചെയ്തു സ്ഥലം മാറ്റിയാൽ അവിടെ പിന്നെ സഹവിന്റെ സുജൂദല്ല, പിന്നെന്താ വരിക? നിസ്കാരം തന്നെ ബാത്തിലാകുകയാണ് ചെയ്യുക. മനഃപൂർവ്വമാണെങ്കിൽ മനഃപൂർവ്വം അല്ലെങ്കിലോ യഥാസ്ഥാനത്ത് അതിനെ ചെയ്യുകയും വേണം, സഹവിന്റെ സുജൂദ് ചെയ്യുകയും വേണം. അതിന് വേറെ കാരണം എന്താ? മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന കാര്യം മറന്ന് ചെയ്താൽ സഹവിന്റെ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വേറൊരു സബബ് വരുന്നുണ്ട്.
അതിൽ പെടുവത്. കൗലിയായ ഒരു ഫർദിനെ അതിന്റെ സ്ഥാനത്തിൽ നിന്നും കൗലിയല്ല ഫീലിയായ ഒരു ഫർദിനെ അതിന്റെ സ്ഥാനത്തിൽ നിന്നിട്ട് മാറ്റി മറ്റൊരു സ്ഥാനത്താണ് ചെയ്തതെങ്കിൽ, ഉദാഹരണം റുക്കൂ ചെയ്യുന്നത് സുജൂദ് ചെയ്യുന്നതിന്റെ ശേഷം റുക്കൂ ചെയ്യാതെ ആദ്യം സുജൂദ് കണ്ടുപോയി. സുജൂദ് റുക്കൂ ഇത്തിദാലും കഴിഞ്ഞിട്ടാണല്ലോ സുജൂദിന്റെ സ്ഥാനം. ആ സ്ഥാനത്ത് ഖിറാത്ത് കഴിഞ്ഞ് ഖിയാമ് കഴിഞ്ഞാട് നേരെ സുജൂദിലേക്ക് പോയി. അപ്പൊ അവിടെ നക്കല് വന്നല്ലോ. മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരമാണ് ബാത്തിലാവും. മറന്നുകൊണ്ടാണെങ്കിലോ ചെയ്ത് കണ്ണപ്പെടൂല. അപ്പോ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. എന്നിട്ട് നിസ്കാരം അതിന്റെ ക്രമപ്രകാരം ചെയ്തു തീർക്കണം. അവസാനം സഹ്വിന്റെ സുജൂദും ചെയ്യണം. അതിന് വേറെ വിഷയമാണ്. ഏതായാലും മനഃപൂർവ്വമായാൽ നിസ്കാരം ബാത്തിലാവും. മറന്നുകൊണ്ടാണെങ്കിൽ സുജൂദ് വേണം. അത് പറയും. വഖറജ ബി ഖൗലിയിൻ ഗൈരി മുബ്തിലിൻ. കൗലിയായ ഫർദിനെ സ്ഥലം മാറ്റിയ എങ്ങനത്തെ കൗലിയായ ഫർദ്? സ്ഥലം മാറ്റൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകാത്ത കൗലിയായ ഫർദ്. എന്നാൽ കൗലിയായ ഫർദുകളുടെ കൂട്ടത്തിൽ 2 ആദ്യമുണ്ട്. ആകെ 5 കൗലിയായ ഫർദാണുള്ളത്. 1 തക്ബീറത്തുൽ ഇഹ്റാം, 2 ഫാത്തിഹ, 3 അവസാനത്തെ അത്തഹിയാത്ത്, 4 അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, 5 ആദ്യത്തെ സലാം. ഇങ്ങനെ 5 കൗലിയായ ഫർദുകളുണ്ട്. ഈ കൗലിയായ ഫർദുകളിൽ മനഃപൂർവ്വം സ്ഥലം മാറ്റിയ നിസ്കാരം ബാത്തിലാകുന്നതുണ്ട്. അത് പിന്നെ മനഃപൂർവ്വം സ്ഥലം മാറ്റിയാ പിന്നെ സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നിസ്കാരം തന്നെ ബാത്തിലാവും. ഇതുപോലൊക്കെ സലാമി ഇപ്പൊ കൗലിയായ ഫർദുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ ആദ്യത്തെ സലാം വീട്ടല്. അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കൗലിയായ ഫർദുകളിൽ പെട്ടതാണല്ലോ. അത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക എന്ന നിലക്ക് ഇടക്ക് ചെല്ലിയ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ നിസ്കാരത്തിൽ സലാം വീട്ടുക എന്നുള്ള നിലക്ക് ഇടക്ക് സലാം ചെല്ലിയാൽ നിസ്കാരം ബാത്തിലാവും. അപ്പോ കൽപ്പിക്കപ്പെട്ട കൗലിയായ കാര്യത്തെ സ്ഥലം മാറ്റിയാല് മനഃപൂർവ്വം ആണെങ്കിലും മറന്നുകൊണ്ടാണെങ്കിലും സഹ്വിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞത് ഈ 2 ഒഴിച്ച തക്ബീറത്തുൽ ഇഹ്റാമും സലാമും ഒഴിച്ച്. അത് മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. മറന്നുകൊണ്ടാണെങ്കിലോ ഓർമ്മയില്ലാതെയാണ്, നമസ്കാരം ബാത്തിലാവില്ല. എന്നാലും സഹ്വിന്റെ സുജൂദ് വേണം. അത് വേറെ വിഷയമാണ്. മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന കാര്യം മറന്നു ചെയ്താൽ സുജൂദ് ചെയ്യാന്ന് പറയുന്ന അടുത്ത കാരണത്തിൽപ്പെട്ടതാ. തക്ബീർ തഹറുമി സലാമു പോലെ തക്ബീർ തഹറും. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബിഅൻ കബ്ബറ ബിഖസ്ദിഹി തഹറുമിന് എന്ന കരുത്തോട് കൂടി തക്ബീർ ചൊല്ലി. അല്ലാതെ അല്ലാഹു അക്ബർ തന്നെ വെറും നിക്കറാണ്. അത് തന്നെയാണ് നിസ്കാരത്തിൽ ഓരോ ഇന്തിഖാലാത്തിനും തക്ബീറുണ്ട്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. അതേ സമയത്ത് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ളുഹ്ർ നിസ്കരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. ളുഹ്ർ നിസ്കരിക്കുകയാണ് ഒരാള്. 2 റക്അത്ത് കഴിഞ്ഞ് അത്തഹിയാത്ത് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് എഴുന്നേറ്റ്. അപ്പൊ ഉണ്ടല്ലോ നമ്മളൊരു കൈ ചുമലിന്റെ നേരെ ഉയർത്തിക്കെട്ടൽ സുന്നത്തുണ്ടല്ലോ. ആ സമയത്ത് ഇയാൾ എന്ത് കരുതുകയാണ്? ഞാൻ ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം നിസ്കരിത്തിൽ പ്രവേശിക്കുകയാണ്, ആ പ്രവേശിക്കാൻ വേണ്ടിയുള്ള തക്ബീറത്തുൽ ഇഹ്റാമാണ് എന്ന നിലക്ക് അല്ലാഹു അക്ബർ പറഞ്ഞ് കൈയിരുത്തിയാൻ കെട്ടി. അപ്പൊ ഇവിടെ ഇന്തിഖാലാത്തിന്റെ തക്ബീർ ചൊല്ലേണ്ട സ്ഥാനത്ത് മനഃപൂർവ്വം തക്ബീറത്തുൽ ഇഹ്റാം കരുതിയപ്പോ ആദ്യത്തെ നിസ്കാരം ബാത്തിലാകുകയാണ് ചെയ്യുക. എന്നാ പുതിയതായിട്ട് നിസ്കാരത്തിലോട്ട് പ്രവേശിക്കൂല. അത് മുമ്പ് നമ്മൾ പറഞ്ഞാണ്. അപ്പോ 3ാമത്തെ കാരണം, ഒരു പ്രത്യേക സ്ഥലത്ത് കൽപ്പിക്കപ്പെട്ട ഫർളോ സുന്നത്തോ ആയ ഒരു കൗലിയായ കാര്യത്തെ മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകാത്ത ഒരു കൗലിയായ മത്ലൂബിനെ മറന്നുകൊണ്ടോ മനഃപൂർവ്വമോ സ്ഥലം മാറ്റുക എന്നതാണ് 3ാമത്തെ സഹ്വിന്റെ സുജൂദിന്റെ കാരണം. ഇനി 4ാമത്തെ പറയുന്നു. എനിക്കൊന്നും കൂടുതൽ വിശദീകരണം ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. വലി സഹ്വി മാ, ഒരു കാര്യത്തെ മറന്നു ചെയ്തതിന് വേണ്ടിയിട്ടും സുജൂദ് ചെയ്യണം. എങ്ങനത്തെ കാര്യമാണ്? യുബ്തിലു അംദുഹു, അത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരത്തെ ബാത്തിലാക്കും. അങ്ങനെയുള്ള ഒരു കാര്യം. അതോടുകൂടി ലാഹുവ, മറന്നു ചെയ്താലോട്ട് ബാത്തിലാകൂല. അപ്പൊ മറന്നു ചെയ്താൽ ബാത്തിലാകാത്തതും മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്നതുമായ കാര്യത്തെ മറന്നു ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ ഇനി പറയും അത് മറന്നു ചെയ്താലും ബാത്തിലാവും, മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാവും. അതിന് പിന്നെ സഹ്വിന്റെ സുജൂദ് ഇല്ലല്ലോ, നിസ്കാരത്തിന് പുറത്തു പോകല്ലേ. അപ്പോ മറന്നു ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടി സഹ്വിന്റെ സുജൂദ് ചെയ്യണ്ട. അതിന് പറയും.
ഇനി മറന്നു ചെയ്താലും ബാത്തിലാവും, മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാവും. അതിന് സഹവിന്റെ സുജൂദ് ഇല്ല, കാരണം നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകും. പിന്നെ ഇനിയിപ്പോ എന്തിനാണ്? മറന്നു ചെയ്താ ബാത്തിലാവൂല, മനഃപൂർവ്വം ചെയ്താ ബാത്തിലാവും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അവ മറന്നു ചെയ്താൽ സഹവിന്റെ സുജൂദ് ചെയ്യണം. അതാണ് ഇപ്പൊ നാലാമത്തെ കാര്യം. അതേതുപോലെ മറന്നു ചെയ്താ ബാത്തിലാവൂല എന്നും മനഃപൂർവ്വം ചെയ്താ ബാത്തിലാവും ചെയ്യുന്ന കാര്യം ദൈർഘ്യം കുറഞ്ഞ ഒരു ഫർദിനെ ദീർഘിപ്പിക്കുന്നത് പോലെ. അപ്പൊ ആകെ രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഏറ്റിദാല്, രണ്ട് സുജൂദിന്റെ ഇടയിലിരുത്തം. ഇതാണ് ഇപ്പം ഖസീറായ ഫർദ് എന്ന് പറയുന്നത്. അതിപ്പോ ഏറ്റിദാലിൽ സുന്നത്താക്കപ്പെട്ട ദിക്റുകളെല്ലാം ചൊല്ലാൻ ആവശ്യമായ സമയത്തിന്റെ പുറമെ ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമാവുന്ന സമയം നീട്ടി. മനഃപൂർവ്വമാണെങ്കിൽ ബാത്തിലാവും. അത് മറന്നുകൊണ്ടാണ് നീട്ടിയെങ്കിൽ അവിടെയാണ് സുജൂദ് വേണ്ടത്. ഇപ്പൊ പറഞ്ഞൊന്ന്. മറ്റൊന്ന് സുജൂദിനിടയിലിരുത്തം. ഇടയിലിരുത്തത്തിൽ സുന്നത്താക്കപ്പെട്ട ദിക്റുകളൊക്കെ ചൊല്ലിയതിന്റെ പുറമെ ഫർളായ ഒരു അത്തഹിയാത്ത് ഓതാൻ ആവശ്യമായ അത്രയും സമയം നീട്ടിയാൽ മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഇതാണ് ഇപ്പം ഖസീറായ ഫർദ് എന്ന് പറയുന്ന ഈ രണ്ടേ ഉള്ളൂ, ഇടയിലിരുത്തും എത്തിദാലും. അതിൽ കൽപ്പിക്കപ്പെട്ട സുന്നത്തായ ദിക്റിന്റെ പുറമെ ഈത്തിദാലിന്റെ അവിടെ ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം, ഇടയിലിരുത്തത്തിൽ ഒരു അത്തഹിയാത്തിന് ആവശ്യമായ സമയം ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. എങ്ങനെ ദീർഘിപ്പിച്ചാല്? മനഃപൂർവ്വം ദീർഘിപ്പിച്ചാൽ. ഇവിടെ മറന്നുകൊണ്ടാണെങ്കിൽ ദീർഘിച്ചതെങ്കിലോ അവിടെയാണ് ഇപ്പൊ സഹവിന്റെ സുജൂദ് വേണം എന്ന് പറഞ്ഞു. ഇനി മറ്റൊന്ന് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്നതും മറന്നു ചെയ്താൽ ബാത്തിലാകാത്തതും. മറ്റൊന്ന് വഖലീലി കലാമിൻ, കുറഞ്ഞ സംസാരം. കുറഞ്ഞ സംസാരം മനഃപൂർവ്വം ചെയ്ത അർത്ഥമുള്ള ഒരു ഹർഫോ അർത്ഥമില്ലാത്ത രണ്ട് ഹർഫോ മനഃപൂർവ്വം പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. എന്നാൽ മറന്നുകൊണ്ടാണെങ്കിലോ അതുകൊണ്ടൊന്നും ബാത്തിലാവൂല. മറിച്ച് കുറഞ്ഞ കലാമ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞത് 4 വാചകം വരെ, 4 കെലിമത്ത് പറഞ്ഞാൽ അറബി മറ്റേ നൈവീങ്ങൾ പറയുന്ന കെലിമത്തല്ല, അതെ. കെലിമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മ്, ഫീല്, അറഫ്, ഇതിലാണല്ലോ കെലിമത്ത് എന്ന് പറയാം. ഏത് നൈവിന്റെ ഭാഷയിൽ ആ അർത്ഥത്തിനല്ല. ഭാഷാർത്ഥത്തിൽ കെലിമത്ത് പറഞ്ഞാൽ ഒരു വാക്യം, വാചകം എന്നൊക്കെയാണ്. ആ അർത്ഥത്തിനുള്ള 3 4 വാചകം വരെ മറന്നുകൊണ്ട് ചെയ്താൽ നിസ്കാരം ബാത്തിലാവില്ല. കാരണം അത് കുറഞ്ഞത് എന്ന പരിധിയിൽ വരുന്നതാണ്. ഒരു 4 വാക്യത്തെക്കാളും കൂടുതൽ വന്നാൽ അത് അധികരിച്ചതായി. അധികരിച്ചതിന്റെ വിധിഞ്ഞ് വേറെയാണ്. അപ്പൊ കുറഞ്ഞ കലാമ് മറന്നുകൊണ്ട് ചെയ്താൽ നിസ്കാരം ബാത്തിലാവൂല. മനഃപൂർവ്വം ചെയ്താലോ ബാത്തിലാവും ചെയ്യും. മനഃപൂർവ്വമാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, അർത്ഥമുള്ള ഒരു ഹർഫ് പറഞ്ഞാലും അർത്ഥമില്ലാത്ത 2 ഹർഫ് പറഞ്ഞാലും നിസ്കാരം ബാത്തിലാവും. അതിപ്പോ മനഃപൂർവ്വമാണെങ്കിൽ. മറന്നുകൊണ്ടാണെങ്കിലോ കുറഞ്ഞ കലാമ് കൊണ്ട് ബാത്തിലാവൂല. കുറഞ്ഞ കലാമ് എന്ന് പറഞ്ഞാല് 4 കെലിമത്ത് വരെ കുറഞ്ഞ കലാമാണ് എന്ന്. കാരണം പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ, നമ്മൾ മുമ്പ് പറഞ്ഞതാ, 2 റക്അത്ത് നിസ്കരിച്ച് ളുഹ്റോ അസ്റോ ഒറ്റ രണ്ടാമതൊരു നിസ്കാരം, അങ്ങനെ ഹദീസ് പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തഹിയാത്ത് ഓതി സലാം വീട്ടി. അന്ന് എന്തോ ഒരു പ്രത്യേക ഗൗരവം. സാധാരണ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ കുറെ സമയം ഇരിക്കും. അന്ന് വേഗം എഴുന്നേറ്റ് കിബിലയുടെ ഭാഗത്ത് ഇങ്ങനെ വെച്ച ഒരു തടിമരത്തുമേല് കയ്യും കുത്തിയിട്ട് ഇങ്ങനെ ഗൗരവത്തിൽ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക അവസ്ഥ തന്നെ. ഗൗരവത്തിൽ നിൽക്കുമ്പോൾ സാധാരണ സ്വഹാബാക്കൾക്ക് ആർക്കും അവരോട് സംസാരിക്കാൻ കഴിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ഹൈബത്ത. അതുകൊണ്ട് സ്വഹാബത്ത് ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ കൂട്ടത്തിൽ ഒരു രസികനുണ്ട്. എല്ലാവരോടും തമാശ പറഞ്ഞ് എഴുംവിറ്റ് പറയുന്ന ഒരു സ്വഹാബിയ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിളിപ്പേരിലുണ്ട് അങ്ങനെ ഒരു വിറ്റ്. അദ്ദേഹത്തെ ദുല്യദൈനി എന്നാണ് വിളിക്കുക. അങ്ങനെ ഈ എപ്പോഴും വിറ്റ് പറയുന്ന ആളായതുകൊണ്ട് ആളുകൾ മൂപ്പർക്ക് അങ്ങനെ ഒരു വിറ്റ് പേരിട്ടതായിരിക്കാം. അങ്ങനെ ഈ ബാക്കിയുള്ളവരും ആരും ഒന്നും കൊണ്ടുവന്നില്ല. ഈ ദുല്യദൈനി എന്ന് പറയുന്ന സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ആ ഖുസിറത്തി സ്വലാത്തു അം നസീത യാ റസൂലല്ലാഹ്. അതേ
അദ്ദേഹം ചോദിക്കുക, അല്ല നബിയെ, 4 റക്അത്തുള്ള നിസ്കാരം അല്ലാഹു തആല ഇസ്ലാമിന്റെ ഹുക്കുമുകൾ ഇങ്ങനെ പുതിയതായിട്ട് ഇറക്കി കൊടുക്കല്ലേ, അപ്പം 2ആയി ചുരുക്കപ്പെട്ടോ അതല്ല തങ്ങൾക്ക് മറവി പറ്റിയോ എന്ന് ഈ ദുല്യദൈനി എന്ന് പറയുന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ബാക്കിയുള്ളവർക്കും ഉണ്ടാകാതെ ഇരിക്കുക. അപ്പൊ നബി തങ്ങൾ ആ ഗൗരവം വിടാതെ അതേ നിലക്കിനുള്ള മറുപടി പറഞ്ഞു, കുല്ലു ദാലിക്കലം വെക്കുന്നു. അത് രണ്ടും ഉണ്ടായിട്ടില്ല. എന്നാ നിസ്കാരമൊട്ട് ചുരുക്കിയിട്ടുമില്ല, ഞാനൊട്ട് മറന്നിട്ടുമില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഈ സാഹിബി വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ബാബു ദാലിക്ക കതുക്കാനാർ, എന്നാലേ ഏതോ ഒന്നുണ്ടായിട്ടോ. അത് നോക്കണം, അത് അദ്ദേഹത്തിന്റെ ആ പ്രത്യേക സ്വഭാവം കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ കുട്ടിക്കും ഉണ്ടാകില്ല സമയത്ത്. അദ്ദേഹം പറഞ്ഞു, 2 ഒന്നുണ്ടായ നബിയെ, ഒന്നിരിക്കും മറന്നിന്, അതല്ലെങ്കിൽ എന്ത് പറ്റിയിട്ടുണ്ട്, അല്ല നിയമം മാറിയിട്ടുണ്ട്. അപ്പൊ സഹാബത്തിനോട് അഭിമുഖീകരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ സദഖ ദുല്യദൈനി, കാരണം മൂപ്പര് ഇപ്പോൾ ഈ വിറ്റടിക്കുന്ന ആളായതുകൊണ്ട് ചോദിച്ചു, ഈ ദുല്യദൈനി പറയുന്നത് ശരിയാണോ? അപ്പൊ സഹാബത്തിന് പറഞ്ഞു, അതെ അതെ, ദുല്യദൈനി പറഞ്ഞ കാര്യമാണ്. ആളെപ്പോഴും ഇങ്ങനെ വിറ്റ് പറയുന്ന ആളാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്, 2 ഒന്നുണ്ടായിരുന്നു ഞാൻ. ആഹാ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, രണ്ടാമത് ബാക്കി 2 റക്അത്ത് കൂടി നിസ്കരിച്ചു, എന്നിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്തു, സലാം വീട്ടുകയും ചെയ്തു. അവിടെ വേറെയും കാണാം, ഒരു സലാം വീട്ടിയതിനു ശേഷം സുജൂദ് ചെയ്തത്, എന്നിട്ട് വീണ്ടും അല്ല, ഒരു സലാം വീട്ടിയതിനു ശേഷം 2 സുജൂദ് ചെയ്തു, സുജൂദ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും സലാം വീട്ടി. അതിന് ശാഫി മദ്ഹബ് പറയുന്ന അന്ന് എന്തോ ഒരു പ്രത്യേക ഹൈബത്തിന്റെ ഹാലായിരുന്നു, അതുകൊണ്ട് നേരത്തെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയത് ഒരു മറവി പറ്റിയതുപോലെ ബാക്കി 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നത് സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് മറന്നുകൊണ്ട് വീണ്ടും ഒരു സലാം വീട്ടി. ഒരു സലാം വീട്ടിയതിന് ശേഷമാണ് ഓർമ്മ വന്നത്, അതുകൊണ്ട് എന്താക്കി, സുജൂദ് ചെയ്തിട്ട് 2ാമത് സലാം വീട്ടിയത്. ഇത് വെച്ചിട്ട് ആണ് ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു കുറവ് കൊണ്ടുള്ള സഹ്വാണെങ്കിൽ സലാം വീട്ടിയിട്ട് പിന്നെ സുജൂദ് ചെയ്യണം. ഇനി പറയാം 5 റക്അത്ത് നിസ്കരിച്ച സംഭവം ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് സുജൂദ് ചെയ്തതിനു ശേഷമാണ് സലാം വീട്ടിയത്. നമ്മൾ പറയുന്ന 2 ആയാലും സുജൂദ് ചെയ്തതിനു ശേഷം തന്നെ സലാം വീട്ടല്. ഈ ദിവസം എന്തോ ഒരു പ്രത്യേക അവസ്ഥയുടെ ദിവസമായിരുന്നു, അതുകൊണ്ട് നേരത്തെ 2 റക്അത്ത് നിസ്കരിച്ച സലാം വീട്ടിയത് സഹ്വായതുപോലെ സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് സലാം വീട്ടിയതും സഹ്വായിരുന്നു. അങ്ങനെ ഈ എല്ലാ സഹ്വ്, എത്ര സഹ്വ് ഉണ്ടെങ്കിലും 2 സുജൂദ് കൊണ്ട് പരിഹരിക്കുന്ന തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ചെയ്തിരുന്നല്ലോ. അങ്ങനെയാണ് അന്നൊരു സലാം വീട്ടിയതിനു ശേഷം സുജൂദ് ചെയ്ത് അവസാനം സലാം വീട്ടിയത്. ആട്ടെ, ഇപ്പൊ ഇതിൽ പറഞ്ഞ ഈ ദുല്യദൈനി പറഞ്ഞ വാക്ക്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ വാക്ക്, സ്വഹാബത്തിനോട് ചോദിച്ച വാക്ക്, പിന്നെ സ്വഹാബത്തിന് മറുപടി പറഞ്ഞു, ഇത്രയും സംസാരങ്ങൾ വന്നല്ലോ, അത് കുറഞ്ഞതിന്റെ പരിധിയിലാപ്പെട്ട അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുമല്ലോ. ഇതെങ്ങനെയാണ് നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ മറന്നുകൊണ്ടാണ്. അതാണ് മറന്നുകൊണ്ടാണെങ്കിൽ കുറഞ്ഞ കലാമ് കൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല, അവിടെ സഹ്വിന്റെ സുജൂദ് ചെയ്യാം. വഖലീലി കലാമിൻ എന്ന് പറഞ്ഞ ഉക്ലിൻ, വഖലീലി ഉക്ലിൻ, കുറഞ്ഞ ഭക്ഷ്യവസ്തു കടക്കൽ കൊണ്ട്. അതെ, ആലൂരെ അക്ല് എന്ന് ഹംസക്ക് ഫത്ഹ് കൊണ്ട് വായിച്ചു കൂടാ, മറിച്ച് ഉക്ല് എന്ന് ലൊമ്മ് കൊണ്ട് വായിച്ചു കൊള്ളണം എന്ന് ആശയക്കാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അക്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചവക്കുന്നതിന് പറയുന്ന പേരാത്രേ. ചവക്കൽ ഇപ്പൊ കുറച്ചധികം നേരം ചവച്ചാലും നിസ്കാരം ബാത്തിലാവൂല. അതേ സമയത്ത് ഉക്ല് എന്ന് പറയുന്ന ഭക്ഷ്യവസ്തുവാ. അപ്പൊ ഭക്ഷ്യവസ്തു അല്പം പ്രവേശിക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല, അധികരിച്ച ബാത്തിലാവും. നോമ്പും നിസ്കാരവും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽപ്പെട്ട ഒന്നതാണ്. നോമ്പ് മറന്നുകൊണ്ട് ധാരാളം ഭക്ഷിച്ചാലും നോമ്പ് മുറിയില്ല. അതേസമയത്ത് നിസ്കാരത്തിൽ ധാരാളമായി ഭക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാവും, മറന്നുകൊണ്ടാണെങ്കിലും ബാത്തിലാവും. അതേസമയത്ത് കുറഞ്ഞ ഇതൊക്കെയാണെങ്കിൽ മറന്നുകൊണ്ടാണെങ്കിൽ ബാത്തിലാവില്ല. അതെന്താ തമ്മിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നോമ്പിന് ഞാനൊരു പ്രത്യേക വിഭാഗത്തിലാണെന്ന് ഓർത്തിരിക്കാൻ പ്രത്യേക രൂപമില്ല, അതുകൊണ്ട് അവിടെ കൂടുതലാണെങ്കിൽ പോലും മറവി പറ്റാം, അതുകൊണ്ട് അവിടെ അഫ്വാണ്. നിസ്കാരത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക രൂപം ഉണ്ട്, പ്രത്യേകമായ ഒരു രൂപമുള്ളത് കൊണ്ട് അവിടെ ഒരു പൂർണ്ണമായ ഭക്ഷണം കഴിക്കുന്നത് വരെ നിസ്കാരം ഓർമ്മിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അശ്രദ്ധ തന്നെയാണ്, അവിടെ നിസ്കാരം ബാത്തിലാവും. എന്നാൽ അബദ്ധത്തിൽ എന്തെങ്കിലും ഒരു മിഠായിയോ ഒരു
ഇലയോ പോലത്തതൊക്കെ വായിലിട്ടുപോയി, അങ്ങനെ കുറഞ്ഞതൊക്കെ ആണെങ്കിൽ മറന്നുകൊണ്ടാണെങ്കിൽ ബാത്തിലാവൂല. അതുപോലെ തന്നെ വസിയാദത്തി റുക്നിൻ ഫീലിയിൻ, ഫീലിയായ ഒരു ഫർദിനെ അധികരിപ്പിക്കല്, ഫീലിയായ ഫർദിനെ അധികരിപ്പിക്കൽ മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും, മറന്നുകൊണ്ടാണെങ്കിൽ ബാത്തിലാവൂല. അതൊക്കെ ഒന്ന് പെട്ടേനെ കേട്ടോ. വലിസേവി മായുബത്തുൽ അംദുഹു ലാഹുവ എന്ന് പറഞ്ഞു. മറന്നാ ബാത്തിലാവൂല, എന്നാ മനഃപൂർവ്വമാണെങ്കിൽ ബാത്തിലാവും. അങ്ങനത്തെ ഒരു കാര്യം മറന്ന് ചെയ്താൽ സേവിന്റെ സുജൂദ് വേണം. ഒരു ഫീലിയായ ഫർദിനെ മറന്നുകൊണ്ട് അധികരിപ്പിച്ചാൽ ബാത്തിലാവൂല എന്നുള്ളതിന് തെളിവ് എന്താണ്? ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വല്ലാ ഖംസൻ, ഒരിക്കൽ 4 റക്അത്തുള്ള ഒരു നിസ്കാരം 5 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെയുള്ളൂ, ബുഹുറാച്ചറൊന്നും ഉറപ്പില്ല. ഏതായാലും 4 റക്അത്തുള്ള ഒരു നിസ്കാരം അവിടുന്ന് 5 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ടോ സജദൽ സഹ്വി, സഹ്വിന് വേണ്ടി അവിടുന്ന് സുജൂദ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് ഒരു റക്അത്തിന് അധികരിപ്പിച്ചതാണ്. ബാക്കിയുള്ള പിന്നെ വഖീസ ബിഹി ഗൈറുഹു, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 റക്അത്ത് നിസ്കരിച്ചിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്തപ്പോൾ മറ്റ് ഒരു റക്അത്ത് പൂർണ്ണമായിട്ടില്ലാതെ ഒരു റക്അത്തിന്റെ ഭാഗമാവുന്ന ഒരു ഫർള്, ഒരു ഫീലിയായ റുക്കിനെ അധികരിപ്പിച്ചാലും എന്ത് വേണം? സഹ്വിന്റെ സുജൂദ് വേണം, നിസ്കാരം ബാത്തിലാവൂല മറന്നാല് എന്നത് ഈ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ 5 റക്അത്ത് നിസ്കരിച്ചിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്ത ഈ പ്രവൃത്തിയോട് ഖിയാസാക്കിയതാണ്. എന്നതുപോലെ അത്തഹിയ്യാത്ത് ഒഴിച്ച സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖുനൂത്ത് ഖിയാസാക്കിയതാണ്. ഇങ്ങനെ ഇനി വഖറജ ബിമാ യുബ്തിലു അംദുഹു, ഇപ്പൊ നമ്മൾ പറഞ്ഞത് മറന്നു ചെയ്താൽ ബാത്തിലാകാത്തതും മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്നതുമായ ഒരു കാര്യം മറന്നു ചെയ്താൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം എന്നാണല്ലോ. ഇനി അതിന്റെ മാറ്റം, വഖറജ പുറപ്പെട്ടു, ബിമാ യുബ്തിലു അംദുഹു, മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന കാര്യം മറന്നു ചെയ്താലാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് പുറപ്പെട്ടു മാ യുബ്തിലു സഹ്വുഹു അയ്ളൻ, മറന്നു ചെയ്താലും ബാത്തിലാവും മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാവും. അങ്ങനത്തെ കാര്യം പുറപ്പെട്ടു എന്ന് പറയാൻ കാര്യം അതിന് പിന്നെ സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതിന് പിന്നെ സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ട് കാര്യമില്ല. പണ്ട് വൈദ്യസ്താദ് പറയില്ല, സംഭവം വിറ്റൊന്നുമല്ല, ശരിക്കുള്ള സംഭവം തന്നെ. ഒരു ഉസ്താദ് റുക്കൂഅ് ചെയ്യാൻ മറന്ന് നേരെ സുജൂദ് പോയി. അയാൾ ഇവിടെ നിസ്കാരം പൂർത്തിയാക്കി അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്തു. സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയപ്പം മൗമൂമിങ്ങളിൽപ്പെട്ട ആരോ പറഞ്ഞു, ഉസ്താദെ റുക്കൂഅ് ചെയ്യാതെ കഴിഞ്ഞ റക്അത്ത് റുക്കൂഅ് ചെയ്യാതെ നേരെ സുജൂദ് ചെയ്തല്ലോ. അതിനല്ലോ സഹ്വിന്റെ സുജൂദ് ചെയ്ത്. എങ്ങനെ റുക്കൂഅ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അപ്പൊ റുക്കൂഅ് ഇത്തിദാലും പോയില്ലേ? ഈ റുക്കൂഅ് ചെയ്യാതെ സുജൂദ് പോയാൽ ആ മനുഷ്യന് റുക്കൂഉം ഇല്ല ഇത്തിദാലും ഇല്ലല്ലോ, ഈ 2 റുക്കൂനും ഒഴിവായി പോയി. എന്നിട്ട് അയാൾ അതിന് മറുപടി പറഞ്ഞത്, ഉസ്താദ് മറുപടി പറഞ്ഞത് അതിനല്ലേ സഹ്വിന്റെ സുജൂദ് ചെയ്ത്. അത് പറ്റൂല. എന്താണ്? മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാവും, മറന്ന് ചെയ്താലും ബാത്തിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് പിന്നെ സഹ്വിന്റെ സുജൂദ് ഇല്ല, അത് ബാത്തിലായി കഴിഞ്ഞു ആണ്. ഏതുപോലൊക്കെ കലാമിൻ കസീരിൻ, കുറെ സംസാരം. നേരത്തെ പറഞ്ഞ ഒരു 4 വാക്യം വരെയുള്ളത് കുറഞ്ഞ സംസാരമാണെന്ന് പറഞ്ഞത്. അതിനേക്കാൾ കൂടുതൽ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞു എന്നുള്ളവർക്കാണ് കുട്ടിക്കോളി പറഞ്ഞത്, മറന്നുകൊണ്ടാണ്, എന്നാലും ബാത്തിലാവുമെന്ന്. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാട് ഇയാൾ ചെറിയൊരു പ്രസംഗമാണ് ചെയ്തോട്ടിക്കോളി. നിസ്കാരം കഴിഞ്ഞു എന്നുള്ളവർക്ക് ആ പ്രസംഗം ചെയ്തത്. പ്രസംഗം കഴിഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, അല്ല ഉസ്താദെ 2 റക്അത്തല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ, എന്നാ പിന്നെ ബാക്കി 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു പ്രസംഗം തന്നെ കഴിഞ്ഞുപോയി. 3ഉം 4ഉം വാക്യങ്ങളൊക്കെ ആണെങ്കിലേ എഫ് ചെയ്യപ്പെടുള്ളൂ, അതിന്റെ അപ്പുറം പറ്റൂല. അത് മറന്നു ചെയ്താലും ബാത്തിലാവും, മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാവും, അധികരിച്ച് കരാമ്. അതുപോലെ തന്നെ ഒരു ഉദാഹരണം, അധികരിച്ച് ഭക്ഷിക്കലും അതുപോലെ തന്നെയാണ്. കുറഞ്ഞ ഭക്ഷിക്കൽ മറന്നുകൊണ്ടാണെങ്കിൽ ബാത്തിലാവൂല, മനഃപൂർവ്വമാണെങ്കിൽ ബാത്തിലാവും. ഇനി അധികരിച്ചതാണെങ്കിൽ ഭക്ഷിച്ചത് ഈ കരാമ് പോലെ തന്നെ, അത് മനഃപൂർവ്വമാണെങ്കിലും ബാത്തിലാവും, മറന്നുകൊണ്ടാണെങ്കിലും ബാത്തിലാവും. അതിന് പിന്നെ സഹ്വിന്റെ സുജൂദ് ഇല്ല. ഇനി മറ്റൊന്നും പുറപ്പെടും, ഒന്നും പുറപ്പെടും. എങ്ങനത്തെ ഒന്നാണ്? ലായുബത്തുലു സഹ്വുഹു വലാ അംദുഹു, മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാവില്ല, മറന്നു ചെയ്താലും ബാത്തിലാവില്ല.
അങ്ങനത്തെ ഒരു ഫീല്, പ്രവൃത്തി, ആ പ്രവൃത്തി കൊണ്ടും സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഏതാ? കൽ ഫീലിൽ ഖലീലി, കുറഞ്ഞ പ്രവൃത്തി. ഉദാഹരണം, 2 അടി നടന്നു. ഒരാള് 2 അടി നടന്നു, കുറഞ്ഞ പ്രവൃത്തിയായി. മനഃപൂർവ്വം ചെയ്താലും പാത്തിലാവില്ല, മറന്നു ചെയ്താലും പാത്തിലാവില്ല. അതിനു വേണ്ടി സഹവിന്റെ സുജൂദ് ചെയ്യണ്ട. വല്ലിൽത്തിഫാത്തി, മുഖം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുക. കറാത്താണെന്ന് മുഅ്തമദായ കൗല് പറഞ്ഞു, ഹറാമാണെന്നുള്ള 2ാം കൗലും പറഞ്ഞു. ഏത് പറഞ്ഞാലും നിസ്കാരം പാത്തിലാവുന്ന ആരും പറഞ്ഞിട്ടില്ല. നെഞ്ഞോട് നിസ്കാരം പാത്തിലാവട്ടോ, അത് വേറെ വിഷയം. മുഖം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൽത്തിഫാത്ത് ചെയ്തു, അത് കൊണ്ട് നിസ്കാരം പാത്തിലാവൂല. അല്ലെങ്കിൽ 2 അടി നടന്നു, 2 അടി അടിച്ചു, കൈ 2 പ്രാവശ്യം അനങ്ങി തുടങ്ങിയ മനഃപൂർവ്വം ചെയ്താലും മറന്നു ചെയ്താലും പാത്തിലാകാത്ത കാര്യങ്ങൾ, അതിനു വേണ്ടിയും സുജൂദില്ല. അപ്പം മറന്നു ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും പാത്തിലാവുന്നതിന് സുജൂദില്ല, കാരണം നിസ്കാരം തന്നെ പുറത്തുപോയി. മറന്നു ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും പാത്തിലാകാത്ത അതിന് സുജൂദ് വേണ്ട. പിന്നെ ഇതിനാ വേണ്ടത്? മനഃപൂർവ്വം ചെയ്താൽ പാത്തിലാവും, എന്നാ മറന്നു ചെയ്താൽ പാത്തിലാവൂല. അങ്ങനത്തേന് വേണ്ടിയിട്ടാണ് സുജൂദ്. മറന്നു ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും പാത്തിലാകാത്ത കുറഞ്ഞ പ്രവർത്തികളെ പോലെയുള്ളത് മനഃപൂർവ്വം ചെയ്താലും മറന്നു ചെയ്താലും സഹവിന്റെ സുജൂദില്ല. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ അത് കഴിഞ്ഞു. പിന്നെ ഇനി മൗമൂമ് ചെയ്യണോ ചെയ്യണ്ടേ, എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള വിഷയം അത് പിന്നെ പറയാം. വലിശക്കിൻ, സംശയിച്ചതിന് വേണ്ടിയും സഹവിന്റെ സുജൂദ് ചെയ്യണം. എന്തിലാ സംശയിച്ച്? ഫീമാ സ്വല്ലാഹു, താൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ എണ്ണത്തിൽ സംശയിച്ചു, അഥവാ റക്അത്തിന്റെ എണ്ണത്തിൽ സംശയിച്ചു. താൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയിച്ചു. വെറും സംശയിച്ചാ പോരാ, വാത്തമല സിയാദത്തൻ, ഇത് കൂടുതലാകാൻ സാധ്യതയുണ്ടാവുക കൂടി വേണം. സംശയമുണ്ട് എന്നതുകൊണ്ട് മാത്രം എല്ലായിടത്തും സഹവിന്റെ സുജൂദ് വേണ്ടി വരൂല. സംശയം ഉള്ളതോടുകൂടി കൂടുതലാകാൻ സാധ്യത കൂടി ഉണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ സഹവിന്റെ സുജൂദ് വേണം. അതായത് എന്താ കാരണം? ഇങ്ങനെ സംശയിച്ച് ചെയ്ത ഈ കാര്യം കൂടുതലാകാനും സാധ്യതയുള്ള സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ തന്നെ ഇത് കൂടുതലാണെങ്കിൽ ഫസുജൂദുന് സിയാദത്തി, അപ്പോ കൽപ്പിക്കപ്പെട്ട കാര്യം അധികരിച്ച് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള സുജൂദാണെന്ന് വരും. വയില്ല, സംശയമുള്ളടത്ത് 2 സാധ്യതയാണ്. ഇപ്പൊ ഉദാഹരണം, 100 നിസ്കരിച്ചപ്പോ 3 or 4 എന്ന് സംശയിച്ചു, അപ്പൊ 1 റക്അത്ത് കൂടി നിസ്കരിച്ചു. യഥാർത്ഥത്തിൽ ഇത് 3 ആയിരുന്നെങ്കിൽ ഇപ്പൊ 4ാമത്തെ ഒറിജിനലാണ്, കൂടുതലില്ല. അപ്പൊ പിന്നെ എന്തിനാണ് സംശയിക്കുന്നത്? ഫരിത്തറദ്ദുദ്, ഇതിപ്പോ 4ാമത്തതാണോ അതല്ല 5 ആയിപ്പോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടല്ലോ. ഈ സംശയം വരുമ്പോൾ നിയ്യത്തിന് ബലഹീനത വരും. ആ പോരായ്മ നികത്താൻ വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്യുന്നത്. അതാണ് നിയ്യത്ത്. നിയ്യത്തിന്റെ ബലഹീനത പറഞ്ഞാൽ 5ാമത്താണെങ്കിൽ ഇത് കൂടുതലാണല്ലോ എന്ന് വരുമ്പോ നിസ്കാരത്തിന്റെ നിയ്യത്തിന് ബലഹീനത വരും. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്യുന്നത്. അല്ല യഥാർത്ഥത്തിൽ തന്നെ 5ാമത്തതായിരുന്നെങ്കിലോ അധികരിച്ചതിന് വേണ്ടിയിട്ടുള്ള സുജൂദാണ്. 2 സംശയം വരികയും കൂടുതലാകാൻ സാധ്യതയുണ്ടാവുകയും ചെയ്താൽ സുജൂദ് ചിലപ്പോൾ ഒറിജിനൽ ആയിരിക്കും, അപ്പൊ സംശയത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒറിജിനൽ തന്നെ കൂടുതൽ ഉണ്ടാവും, മറന്നേ ഉള്ളൂ, എന്നാൽ ഈ അധികരിച്ചതിന് 2 സുജൂദ് വേണം എന്നർത്ഥം. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഫലോ ശക്ക, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സംശയിച്ചു. എന്താ സംശയിച്ച്? അസ്വല്ല, താൻ നിസ്കരിച്ചു കഴിഞ്ഞോ സലാസൻ, 3 റക്അത്തിന് നിസ്കരിച്ചു കഴിഞ്ഞോ, മഞ്ഞ ഒന്നുകൂടി ഉണ്ട്, അതല്ല അർബൻ, അല്ല 4 തന്നെ നിസ്കരിച്ചു കഴിഞ്ഞോ, എന്നാൽ ഇവിടെ നിർത്തണം, ഞങ്ങളുടെ കൂടെ അറിയാവും. ഇതപ്പൊ സംശയം. നമുക്കൊക്കെ പലപ്പോഴും വരുന്ന സംശയമാണ്, ഇത് 3ാമത്തത് തന്നെയാണോ അതല്ല 4ാമത്തതാണോ സംശയം. എന്നാൽ മസല 3, 4 എന്ന് പറഞ്ഞ ഉദാഹരണം, മഗ്‌രിബിൽ 3ാമത്തതാണോ 2ാമത്തതാണോ 3ാമത്തതാണോ സംശയിച്ചൂട്ടിക്കോളി. സുബഹിയിലാണെങ്കിൽ 1ാമത്തതാണോ 2ാമത്തതാണോ സംശയിച്ചൂട്ടിക്കോളി, നിനക്കല്ല. എന്നാൽ അവൻ കൊണ്ടുവരണം ബിറക്കാത്തി, നിർബന്ധമായും സംശയം വന്നാൽ നിസ്കരിച്ചേ പറ്റുള്ളൂ. എന്താ കാരണം? അത് ചെയ്യിക്കല്ലോ ചെയ്യന്നെ. എന്നാ പിന്നെ സുജൂദും ചെയ്യണം സേവിന് വേണ്ടിയിട്ട്. സുജൂദും വേണം. കാരണം എന്താ? യഥാർത്ഥത്തിൽ തന്നെ കൂടുതലാണെങ്കിൽ കൂടുതലായതിനു വേണ്ടിയിട്ടാണ് സുജൂദ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നിയ്യത്ത് ബലഹീനമായതിനു വേണ്ടിയിട്ടാണ് സുജൂദ്.
സംഗതി വൈൻസാര ശക്കു സംശയം നീങ്ങി ഉറപ്പ് വന്നിട്ടുണ്ട് ഖബല സലാമി സലാം വീട്ടുന്നതിന് മുമ്പ്, എന്നാലും സുജൂദ് ചെയ്യണം. ഈ അവസാനത്തെ റക്കയത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ സംശയം ഉണ്ടല്ലോ, എന്നാ സുജൂദ് ചെയ്യണം. പിന്നെ ആ റുക്കൂന്റെ മുമ്പ് തന്നെ ഓരോ ഉറപ്പ് വന്നത് ശരിക്കും 4 തന്നെയാണ്, 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് ഉറപ്പ് വന്നു, എന്നാലും സഹുവിന്റെ സുജൂദ് ചെയ്യണം എന്നാ. അങ്ങനെ ബിയന്തതക്കറ, ഈ മറന്നുകൊണ്ട് 4ാമത്തെ റക്കയത്തിലേക്ക് എഴുന്നേറ്റ ആള് ഓർമ്മ വന്നു ഖബലഹു സലാം വീട്ടുന്നതിന് മുമ്പ് ആറാബിയത്തും യഥാർത്ഥത്തിൽ തന്നെ 4 അധികരിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വന്നു, എന്നാലും അവസാനം സുജൂദ് ചെയ്യണം. കാരണം എന്താ, ഈ 4ാമത്തെ റക്കയത്തിലേക്ക് വൻ എഴുന്നേൽക്കുന്ന സമയത്ത് അവന് സംശയമുണ്ട്. കൂടുതലാണോ എന്നൊരു സംശയം നേരത്തെ വന്നല്ലോ, ഒപ്പ പോയെങ്കിലും ആ സമയത്ത് നിയ്യത്ത് ബലഹീനമായില്ലേ, അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുജൂദ്. ഇപ്പോ നമ്മൾക്ക് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അന്യത്തിരുത്താൻ പോകുന്നത്. ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഒരു കാര്യം, ഒരു നിസ്കാരത്തിന്റെ റക്കയത്തിന്റെ എണ്ണത്തിൽ സംശയം വന്നു. ഈ സംശയം വന്നതോടുകൂടി ഉറപ്പുള്ള എടുക്കണം, സംശയം വിട്ടിട്ടുള്ള ഉറപ്പുള്ള എടുത്തിട്ട് ഒരു റക്കയത്ത് കൂടി നിസ്കരിക്കണം. പിന്നെ സഹ്വിന് സുജൂദും ചെയ്യണം. ഈ സുജൂദ് ചെയ്യുന്നതിന്റെ സലാം വീട്ടാനാവുന്നതിന് മുമ്പ് തന്നെ ഇത് യഥാർത്ഥത്തിൽ തന്നെ 4ാമത്തെ റക്കയത്താണ്, കൂടുതലായിട്ടില്ല എന്ന് ഉറപ്പായാലും വേണം, ഇല്ലെങ്കിലും വേണം. കാരണം എന്താ, യഥാർത്ഥത്തിൽ കൂടുതലാണെങ്കിൽ കൂടുതലായതിനു വേണ്ടിയിട്ടുള്ള സുജൂദാണ്. യഥാർത്ഥത്തിൽ കണക്കാണ് 4 ആയിട്ടുള്ളെങ്കിലും നേരത്തെ സംശയിച്ചപ്പോൾ വന്ന നിയ്യത്തിന്റെ ബലഹീനത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുജൂദ്. ആട്ടെ, ഇനി ഈ റക്കയത്തിലെ ചെയ്ത വിഷയത്തിൽ മടങ്ങാൻ പാടില്ല. ഇതവന് ഈ തന്റെ ധാരണ കൊള്ള ശെക്കിലുണ്ടാവുമല്ലോ, 3 4 എന്ന് വരുമ്പോ 4ാമത്തതാവും എന്നൊരു ലൊന്ന് അവന്റെ കയ്യിലുണ്ട്, പോരാ, ഉറപ്പ് വേണം. ഉറപ്പില്ലാത്തോടത്തോളം ഒരു റക്കയത്ത് കൂടി നിസ്കരിച്ചേ പറ്റുള്ളൂ. അവിടെ വലായിര കൗലി വൈരിഹി, പുറമെ ഒരാള് പറഞ്ഞ വാക്ക് കൊള്ളയും മടങ്ങാൻ പാടില്ല. അതിന് പറയും, ഇമാമ് മറന്നുകാണ്ട് 5ാം റക്കയത്തിലേക്ക് എഴുന്നേറ്റു. അപ്പൊ മഅ്മൂമിന് ഉറപ്പാണ് ഇമാം 5ാം റക്കയത്തിലേക്കാണ് പോണത് എന്ന്. അപ്പൊ മഅ്മൂം എന്താ വേണ്ടത്, കൂടെ പോകാൻ പാടില്ല. പിന്നെന്തു വേണം, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണം. അങ്ങനെ ഒരു മഅ്മൂമല്ല, 2 മഅ്മൂമല്ല, കുറെ മഅ്മൂമികൾ സുബ്ഹാനല്ലാഹ് ചൊല്ലി. എന്നാലും ഇമാമിന് ഈ മഅ്മൂമികൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന് വേണ്ടിയിട്ട് ഇരിക്കാൻ പാടില്ല. ഇരിക്കാൻ പാടില്ല. പിന്നെന്താണ്, എന്നാ പിന്നെ എന്തിനാ ചെല്ലണോ ചോദിച്ചു. ചെല്ലുമ്പോ ഇയാൾക്ക് ഓർമ്മ വന്ന് കിട്ടിയാൽ രക്ഷപ്പെടും. മഅ്മൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി. ഈ മഅ്മൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നത് കേട്ടപ്പോ ഇമാമിന് ഓർമ്മ വന്നു, ശരിയാണ്, ഇത് 5ാമത്തെ റക്കയത്താണ്, 4 കഴിഞ്ഞാണ്. ഓർമ്മ വന്നാൽ മാത്രം ഇരിക്കുക. അയാൾക്ക് ഓർമ്മ വരുന്നില്ലേ, സംശയം തന്നെ നിലക്കാണോ എന്നാ അയാൾ ഫാത്തിഹ ഓതി റുക്കൂഅ് ചെയ്ത് ഇഅ്തിദാൽ ചെയ്ത് പിന്നീട് സുജൂദ് ചെയ്ത് ഇടയിലിരുത്തിയിരുന്ന് 2ാം സുജൂദ് കഴിഞ്ഞ് അത്തഹിയ്യത്തിരിക്കുക. അതുവരെ മഅ്മൂമിങ്ങളോ ഒന്നിരിക്കൽ മുഫാറഖത്ത് നിയ്യത്ത് ചെയ്ത് ഓൽക്ക് ഒറ്റയ്ക്ക് കയറാൻ വീട്ടിൽ പോകാം, അതല്ലെങ്കിൽ ഇമാമിനെ കാത്തു നിൽക്കാം. 2ആയാലും മഅ്മൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയതിന് വേണ്ടിയിട്ട് ഇമാം എന്ത് പറയാൻ പറ്റൂല, തിരിച്ചു പോരാൻ പറ്റൂല, ബോധ്യം വന്നിരിക്കണം. ഔഫീരി അല്ലെങ്കിൽ വേറൊരാളുടെ പ്രവൃത്തി, ഉദാഹരണം പറഞ്ഞാൽ 2ആളൊപ്പം നിസ്കരിക്കാൻ നിന്നീനു, അനച്ചോളി വേറെയാണ്, 2ആളൊപ്പം നിസ്കരിക്കുക. ഇപ്പൊ ഉദാഹരണം മസ്ബൂക്ക്, ഒരു റക്കയത്ത് കഴിഞ്ഞതിന് ശേഷം 2 മസ്ബൂഖീങ്ങളായി വന്നു തുടർന്നു, 2 ഒപ്പ വന്നു തുടർന്നു. അങ്ങനെ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ഇവര് ബാക്കി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു. അങ്ങനെ ഒരു റക്കയത്ത് നിസ്കരിച്ച് ഒരു ചങ്ങായി അത്തഹിയ്യത്ത് കുത്തിരുന്നു. അപ്പൊ ഇയാൾക്ക് തോന്നുന്നു, മറ്റേ ചങ്ങായിക്ക് തോന്നുന്നത് 2ാം റക്കയത്തിലല്ല 3ാം റക്കയത്തിലാ തുടർന്നത് എന്ന് അയാൾക്ക് തോന്നി. അപ്പൊ അയാൾ ഒരു റക്കയത്തും കൂടി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുക. അപ്പൊ 2 ഒപ്പം വന്ന് തുടർന്നിട്ട് മറ്റേ ചങ്ങായി അത്തഹിയ്യത്ത് കുത്തിരിക്കുമ്പോൾ പിന്നെ ഇയാൾ എന്തിനാ എഴുന്നേൽക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റൂല. വേറൊരുത്തന്റെ പ്രവൃത്തി കൊള്ളയോ വേറൊരുത്തന്റെ വാക്കുകൊള്ളയോ മടങ്ങാൻ പാടില്ല, അവനവൻ ഉറപ്പ് വരണോ. ഇപ്പോൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാലും വേണ്ടിയില്ല, മറ്റോ ഒപ്പം നിസ്കാരം തുടങ്ങിയതാണെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവനാന് ബോധ്യം വരണം. ഒന്നിരിക്കും സ്വന്തം പ്രവർത്തി കൊണ്ട് ബോധ്യം വരണം, അതില്ലെങ്കിൽ മറ്റോ സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് ബോധ്യം വരണം, എന്നാലേ പറ്റുള്ളൂ. വൈകാനോ ജമ്മൻ കസീറൻ, മറ്റുള്ളവന്റെ പ്രവർത്തിക്കാൻ കുറെ ആളുണ്ട്. ഉദാഹരണം ഒരു 10 15 ആള് ഒന്നിച്ചു നിസ്കാരം തുടങ്ങിയതാ. അതിൽ ഒരാൾക്ക് തോന്നിയ ഒരു റക്കയത്തോടി ബാക്കിയുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അത്തഹിയ്യത്ത് കുത്തിരിക്കുക. ഒരു 10 റക്കയത്തൊക്കെ ഉണ്ട്, 3 റക്കയത്ത് ചെയ്താൽ മതി.
15 ആളും നമ്മളൊപ്പം വന്ന് തുടർന്നാലാണ് അതതത്തവാത്തുരി. മുത്തവാത്തിറാകാൻ ആവശ്യമായ അത്രയും ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ പിന്തുടരാം. മുത്തവാത്തിറാകാൻ മനഃപൂർവമോ അബദ്ധവശാലോ തെറ്റിൽ ഒരുമിച്ച് കൂടൽ അസാധ്യമാവുന്ന അത്രയും സംഖ്യ എന്നാണ് അതിന്റെ കണക്ക്. എണ്ണം കൃത്യം പറയാൻ പറ്റൂല. എന്നാ ഇവർക്ക് എല്ലാവർക്കും കൂടി പിഴവ് പറ്റുക എന്നത് അസാധ്യമാണ്. മനഃപൂർവമോ അല്ലാതെ പിഴവ് പറ്റുന്നത് അസാധ്യമാകാൻ മാത്രം വലിയ സംഖ്യ ആളുകളുണ്ടെങ്കിൽ തരക്കെടില്ല. ഇനി ഇപ്പോ റക്അത്തിന്റെ എണ്ണത്തിൽ സംശയിക്കുകയും കൂടുതലാകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്താൽ സഹുവിന്റെ സുജൂദ് ചെയ്യണമെന്ന്. ഇനി സംശയിച്ചോർത്ത് റക്അത്തിന്റെ എണ്ണത്തിൽ സംശയിച്ചു പക്ഷെ കൂടുതലാകാൻ സാധ്യത ഇല്ലാത്ത രൂപമുണ്ട്, അവിടെയോതാ മാലായത്തിമിലു സിയാദത്തൻ, സിയാദത്തിന് സാധ്യതയില്ലാത്ത ഒരു കുറവുണ്ട് അവിടെ മുകളിലിട്ട അലുരാജ്യെ നിങ്ങളെങ്ങനെ അടിച്ചോർത്ത് എങ്ങനെയുള്ളത് നോക്കിയിട്ടില്ല. അമ്മ ലായത്തമിലും അല്ല, അമ്മ മാലായത്തമിലു ഒരു ഏറെ വേണം. അമ്മ ഒരു സംശയം, ലായത്തമിലു സിയാദത്തൻ കൂടുതലാകാൻ സാധ്യതയില്ലാത്ത ഒരു സംശയം, ഒരു മായോട് ഏറെ വേണം. അമ്മാമ എങ്ങനെ? ഉദാഹരണം, സിയാദത്തിന് സാധ്യതയില്ലാത്ത വെക്കാൻ ശക്ക ഒരാൾ സംശയിക്കുന്നു. ഫി റക്അത്തിൻ മിൻ റുബായിയത്തിൻ, 4 റക്അത്തുള്ള നിസ്കാരത്തിന്റെ ഒരു റക്അത്തിൽ ഒരാൾക്ക് സംശയം തോന്നി. എന്താണ്? ഞാനിപ്പോ ഈ നിസ്കരിക്കുന്ന റക്അത്ത് സാലിസത്തുൻ മൂന്നാമത്തതാണോ അം റാബിയത്തുൻ നാലാമത്തതാണോ സംശയം. ഈ റക്അത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോട്ടോ ഫതദക്കറ, പിന്നീട് അയാൾക്ക് ബോധ്യം വന്നു ഖബലൽ ഖിയാമി ബിർറാബിയത്ത്, അടുത്ത നാലാമത്തെ മറ്റേ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്ലാ സാലിസത്തുൻ 3 തന്നെയാണെന്ന് ഉറപ്പ് വന്നു. അപ്പൊ ഒരു റക്അത്ത് നിസ്കരിക്കണമല്ലോ. അപ്പൊ ഈ എഴുന്നേൽക്കുമ്പം ഇയാൾക്ക് ഉറപ്പാണ് സംശയം നീങ്ങുന്നത്. എന്നാ പിന്നെ അവിടെ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല, ഫലാസ്തുതു. കാരണം എന്താ? സംഗതി യഥാർത്ഥത്തിൽ സംശയത്തോടു കൂടി ഇവൻ എഴുന്നേറ്റിട്ടില്ലല്ലോ. 3ാമത്തെ റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആ സംശയം 3ഓ 4ഓ, 3ആണെങ്കിലും ചെയ്യേണ്ടത് തന്നെയാണ്, 4ആണെങ്കിലും ചെയ്യേണ്ടത് തന്നെയാണ്. അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഉറപ്പായി ഇപ്പൊ നിസ്കരിച്ചത് 3ആയിരുന്നു, ഇനി നിസ്കരിക്കേണ്ടത് 4ആണ്. എന്നാ പിന്നെ അവിടെ ശക്കില്ല, നിയ്യത്തിൽ ബലഹീനത വരുന്നില്ല. എന്താ? 4ആയാലും ചെയ്യേണ്ടത് തന്നെയാണ്, 3ആയാലും ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പൊ ശക്കുള്ള സമയത്ത് സിയാത്തിന് സാധ്യതയില്ല. പിന്നെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് സംശയം നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിസ്കാരത്തിൽ ഓൻ ചെയ്തത് മാത്തറദ്ദുനി സംശയത്തോടു കൂടി ചെയ്തത് എന്തായാലും ലാബുദ്ദ മിന്നു ബികുല്ലി തഖ്ദീരിൻ, കഴിയൂല. 3ആണെന്ന് വെച്ചാലും കൂടാതെ കഴിയൂല. അപ്പൊ അവിടെ നെയ്യത്തിന് ബലഹീനത വരുന്നില്ല. ഇത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഓർമ്മ വരണം, അപ്പളേ സുജൂദ് വേണ്ടെന്ന് പറയുള്ളൂ. അതേ സമയത്ത് ഫൈൻ തദക്കറ, ഇവന് ഓർമ്മ വന്നത് ബഅദൽ ഖിയാമി ലഹായി 4ാമത്തെ റക്അത്തിന് വേണ്ടി നിന്നതിന്റെ ശേഷമാണ് 4ാമത്താണെന്ന് ഓർമ്മ വന്നതെങ്കിലോ സജദ, അവിടെ സുജൂദ് ചെയ്യും വേണം. അതായത് ഈ 3ാമത്തെ റക്അത്താണോ 4ാമത്തെ റക്അത്താണോ സംശയിച്ചു, അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കൽ ഏതായാലും നിർബന്ധമാണ് അയാൾക്ക്. ഈ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് ഉറപ്പായി 4ാമത്തതാണ്, എന്നാ സുജൂദ് വേണ്ടാന്ന്. അതേസമയത്ത് ഈ എഴുന്നേൽക്കുമ്പോൾ ഈ സംശയം ബാക്കിയാ, 3ാമത്തതോ 4ാമത്തതോ എന്ന് സംശയം ബാക്കിയാ. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹ തുടങ്ങിയപ്പോക്ക് ഉറപ്പായി 4ാമത്തെ തന്നെ ഏറിയിട്ടില്ല, എന്നാ സുജൂദ് വേണം. കാരണം എന്താ? ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ സംശയത്തോടു കൂടിയാണ് എഴുന്നേറ്റത്. അത് അലി തറദ്ദുദിഹി, ഇയാൾക്ക് സംശയം നിലനിന്നത് കൊണ്ട് ഹാലൽ ഖിയാമി ഇലൈഹ, ഈ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അയാൾക്ക് സംശയം ഉണ്ടല്ലോ. ഫി സിയാദത്തി, അത് 4ാമത്തതാണെങ്കിൽ 5ാമത്തേലേക്കാണ് എഴുന്നേൽക്കുന്നത് സംശയം ഉണ്ടല്ലോ. പിന്നെ ആ റക്അത്തിൽ നിന്ന് സംശയം നീങ്ങിയെങ്കിൽ പോലും എഴുന്നേൽക്കുമ്പോൾ സംശയത്തോടു കൂടിയാണ് എന്നത് കൊണ്ട് അവിടെ നിയ്യത്തിന് ബലഹീനത വരും, അവിടെ സുജൂദ് വേണം. ഇങ്ങനെ ഇപ്പൊ എത്ര കാര്യ പറഞ്ഞ ചുരുക്കി പറഞ്ഞാല്, അബ്വാബ് സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്തിനെ പൂർണ്ണമായോ ഭാഗികമായോ മനഃപൂർവ്വം ഒഴിവാക്കുക, അതല്ലെങ്കിൽ മറന്നുകൊണ്ട് ഒഴിവാക്കുക. അത് രണ്ടും കൂടി ഒന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, അബ്വാബ് സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്തിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കിയോ എന്ന് സംശയിക്കുക. പിന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതായ ഒരു കൗലിയായ കാര്യത്തെ മനഃപൂർവ്വം സ്ഥലം മാറ്റിയാൽ ബാത്തിലാകുന്നതും മറന്നുകൊണ്ട് ആയാൽ ബാത്തിലാകാത്തതുമായതാവട്ടെ, മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ബാത്തിലാവാത്തതാവട്ടെ,
ഒരു നിശ്ചിത സ്ഥലത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ഒരു കൗലിയായ റുക്കിനെ സ്ഥലം മാറ്റുന്നു, അല്ലെങ്കിൽ കൗലിയായ അബയാദ് സുന്നത്തിന് സ്ഥലം മാറ്റുന്നു, അല്ലെങ്കിൽ കൗലിയായ യാത്ത് സുന്നത്തിന് ആ നിയ്യത്തോടു കൂടി സ്ഥലം മാറ്റുന്നു. ഇതാ പറഞ്ഞത്. അപ്പോ മത്ലൂബ് കൗലി, നക്കല് കൊണ്ട് ബാത്തിലാകാത്ത മത്ലൂബ് കൗലിയെ സ്ഥലം മാറ്റുന്നു. പിന്നെപ്പോ എന്താ പറഞ്ഞേ? മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്നതും മറന്ന് ചെയ്താൽ ബാത്തിലാകാത്തതുമായ ഒരു കാര്യത്തെ മറന്നുകൊണ്ട് ചെയ്യുക. അവസാനം പറഞ്ഞത് നിസ്കരിച്ചതിന്റെ എണ്ണത്തിൽ സംശയിക്കുകയും കൂടുതലാവാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സഹവിന്റെ സുജൂദിന്റെ കാരണങ്ങളായി ചുരുക്കി പറഞ്ഞത്. തൊയ്ഫയിലൊക്കെ കുറെ കൂടി നീട്ടി 8 കാര്യങ്ങൾ എണ്ണി പറഞ്ഞതിന് തത്വത്തിൽ ഇതൊക്കെ തന്നെയാണ്, ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞതിന് മാത്രമേ ഉള്ളൂ. ഇനി മൗമൂമുമായി ബന്ധപ്പെട്ട് മൗമൂം എപ്പോഴൊക്കെയാണ് സുജൂദ് ചെയ്യേണ്ടത്, എന്തിനാണ് സുജൂദ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിലേക്ക് ഇനിയിപ്പോ കടന്നാല് എവിടെ എത്തൂല. മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം സംശയമൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഓക്കെ, ആരൂരിന് എന്തോ സംശയം ഉണ്ടോ?